തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. ശരി ശരി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് നമ്മൾ വചനാമൃതം വോള്യം 1 11-ാം ഭാഗം, അതായത് ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരുമൊത്ത് ദക്ഷിണേശ്വരത്ത്, അതായത് 1883 ജൂൺ 4 തിങ്കളാഴ്ച, മാസ്റ്റർ മഹാശയൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ദക്ഷിണേശ്വരത്ത് ഭക്തന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ദിവസത്തെ റിപ്പോർട്ടായിട്ട് മാസ്റ്റർ മഹാശയൻ എഴുതിയിരിക്കുന്നു. അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം ഫലഹാരിണി പൂജാ ദിവസം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രധാന ദിവസമായതുകൊണ്ട് മാസ്റ്ററൊക്കെ തലേന്ന് ഞായറാഴ്ച തന്നെ വന്നു. ഇത് തിങ്കളാഴ്ചയാണ്, തലേന്ന് ഞായറാഴ്ച വന്നു. അപ്പോൾ ഞായറാഴ്ച വരാൻ കാരണം അന്ന് രാത്രിയിലായിരുന്നു കാത്യായനി പൂജ ക്ഷേത്രത്തിൽ, ഈ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഈ തിങ്കളാഴ്ചയാണ് നമ്മുടെ ഫലഹാരിണി പൂജാ ദിവസം. ഞായറാഴ്ച രാത്രിയിലാണ് കാത്യായനി പൂജ. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്ററൊക്കെ തലേന്നേ തന്നെ ഞായറാഴ്ച തന്നെ വന്നവിടെ തങ്ങിയത്. അപ്പോൾ അവിടെ ഭഗവാനെ കുറിച്ച് മാസ്റ്റർ മഹാശയൻ അവിടെ പറയുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ഭഗവാൻ നടനശാലയിൽ ദേവിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പറയുന്നതാണ്. അതായത് നമ്മുടെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് നേരെ മുന്നിലായിട്ടാണ് നടനശാല. അപ്പോൾ ആ നടനശാലയിൽ നിൽക്കുകയാണെങ്കിൽ ശ്രീകോവിലിനകത്ത് ദേവിയെ കാണാം. അപ്പോൾ നടനശാലയിൽ നിന്ന് പടിക്കെട്ടുകൾ കയറിയാണ് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ മുന്നിലുള്ള നടനശാലയിൽ നിന്നുകൊണ്ട് ഭഗവാൻ ദേവിയോട് സംഭാഷണം ചെയ്യുന്നതാണ്. അമ്മേ, അവിടുന്ന് തന്നെ വ്രജത്തിലെ കാത്യായനി, അതായത് സ്വർഗം, ഭൂമി, പാതാളം, ഈ 3 തലവും അവിടുന്ന് തന്നെ എന്ന് ദേവിയോട്, കാളിമാതാവിനോട് പറയുകയാണ്. എന്നിട്ട് ഭാവാവസ്ഥയിൽ നിന്നുകൊണ്ട് ഭഗവാൻ ഇവിടെ മനോഹരമായിട്ടൊരു ഗാനം ആലപിക്കുന്നുണ്ട്. ആ ഗാനം ഇങ്ങനെയാണ്. ആ ഗാനം വളരെ വളരെ ഭക്തി നിർഭരമായൊരു ഗാനം. ദേവിയെ പുകഴ്ത്തിക്കൊണ്ട്, ദേവിയെ കീർത്തിച്ചുകൊണ്ട് ഭഗവാൻ, അപ്പോൾ ഈ ഭഗവാന്റെ ഗാനങ്ങളെല്ലാം തന്നെ ഭഗവാൻ അപ്പോൾ ആ സമാധിയാവസ്ഥയിൽ തന്നെ, ഭാവാവസ്ഥയിൽ തന്നെ ഭഗവാന്റെ നാവിൽ വരുന്നതാണ്. ഇവിടെ പറയുന്നത് ദ്യോവാകുമമ്പലം തന്നിൽ മേവിടുന്ന ലോകാധിനായികയായ തായി, സ്വർഗം ആ സ്വർഗമാകുന്ന അമ്പലത്തിൽ അവിടെ മേവിടുന്ന, അവിടെ അരുളിടുന്ന ലോകാധിനായികയാണ് അമ്മ, ലോകാധിനായികയായ അമ്മേ. പിന്നെ അമ്മയോടുള്ള വിശേഷണം എന്താണ്? ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ത്രിമൂർത്തികളും നിന്നിൽ നിന്നല്ലയോ രൂപമാർന്നു. പിന്നെ പറയുന്നത് 12 ആദിത്യന്മാർ നിന്നിൽ നിന്നുണ്ടായി, 12 ഗോപകിശോരന്മാരും 10 അവതാരവും എന്നല്ല, വിദ്യകൾ 10 ഉദ്ഭവിച്ചതും നിന്നിൽ നിന്ന്. തൃക്കഴൽ തോണിയിലമ്മേ നിനക്കെന്നെ അക്കരക്കെത്തിച്ചാൽ എന്തു ഛേദം
നിനക്കെന്താ നഷ്ടം? വളരെ ദേവിയോട് അങ്ങ് അത്രയും ഇൻറ്റിമസിയാണ് ആ വാക്കിൽ വരുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷനിൽ പോലും അത് ഭംഗിയായിട്ട് ആ വാക്ക് ഉപയോഗിച്ചു, ഛേദം എന്നുള്ള വാക്ക്. നിനക്കെന്താണ് ഛേദം? ഈ തൃക്കഴൽ തോണിയിൽ അമ്മേ നിനക്കെന്നെ അക്കരെ എത്തിച്ചാൽ എന്തു ഛേദം എന്ന് പറഞ്ഞ് ഭഗവാൻ ദേവിയായിട്ടൊരു സംഭാഷണം തന്നെ നടത്തുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ഒരു ഭാഗത്ത് ഞാൻ ആ കവിത അല്ലെങ്കിൽ ആ ശ്ലോകം കീർത്തനം ചൊല്ലാൻ തന്നെ ഒരു കാരണം, ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന മാസ്റ്റർ മഹാശയൻ എഴുതിയതിൽ പറയുന്ന ഒരു വാചകം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്തന്മാർ അദ്ദേഹത്തെ ദർശിക്കാൻ വരുന്നു. അതായത് ആദ്യത്തെ പാരഗ്രാഫിലുണ്ട്, ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരം കാളി കോവിലിൽ സ്വന്തം മുറിയിലിരിക്കുന്നുണ്ട്, ഭക്തന്മാർ അദ്ദേഹത്തെ ദർശിക്കാൻ വരുന്നു. പിന്നെയാണ് അവിടുന്ന് ഭഗവാൻ നേരെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ പോയത്. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഭാഗം, അദ്ദേഹം മുറിയിലിരിക്കുന്നു, ഭക്തന്മാർ അദ്ദേഹത്തെ കാണാൻ ദർശിക്കാൻ വരുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടൊരു ഭാഗം. അതിൻ്റെ ഒരു പ്രത്യേകത, ഇതിപ്പോൾ സംഭവിക്കുന്ന 1883-ലാണ്. 1883-ലാണ് ഈ ഒരു കുറിപ്പ് നമ്മൾ വായിക്കപ്പെടുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കാളിമാതാവിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട് മാസ്റ്റർ മഹാശയൻ. കാളിമാതാവിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കും. ഭക്തന്മാരെല്ലാം ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് ദക്ഷിണേശ്വരത്തേക്ക് വന്നിരിക്കുന്നു, ധാരാളം ഭക്തന്മാർ. അപ്പോൾ 83 ആയപ്പോഴേക്കും വരേണ്ട ഒരു നല്ല ശതമാനം ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യം. അപ്പോൾ ഈ രംഗത്തിനൊരു പൂർവ്വകഥ ഓർമ്മിക്കാനുണ്ട്. ഇതാണ്, അതായത് മധുരനാഥ് ബിശ്വാസിൻ്റെ കാലത്താണ് ഒരു സംഭവം ഉണ്ടായത്. മധുരനാഥ് ബിശ്വാസിൻ്റെ കാലത്ത്, അതായത് 1871 തൊട്ട് മുമ്പ്, 1871 മധുരനാഥ് ബിശ്വാസ് മരണമടയുന്നത്. അപ്പോൾ ആ 871 തൊട്ട് മുമ്പുണ്ടായ ഒരു സംഭവമാണ് അത്. അതായത് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ വായിക്കുന്ന തീയതി വെച്ച് കണക്കാക്കുമ്പോൾ 71 കഴിഞ്ഞ് 83, അതായത് 12 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ രംഗം കാണുന്നത്. 71 തൊട്ട് മുമ്പാണ്, അല്ലെങ്കിൽ 70 എന്ന് വിചാരിക്കാം. 70-71 കാലഘട്ടത്തിലാണ് ഈ പറയാൻ പോകുന്ന ആ സംഭവം നടക്കുന്നത്, മധുരനാഥ് ബിശ്വാസിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ്. അത് കഴിഞ്ഞ് 12 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ 12 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ രംഗം അരങ്ങേറുന്നത്. ഈ ക്ഷേത്രത്തിൽ ഭക്തന്മാരെല്ലാം വന്നിരിക്കുന്നു, ഭഗവാൻ കാളിയുടെ മുമ്പിലിരുന്ന് സംഭാഷണം ചെയ്യുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് 12 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ 12 വർഷത്തിന് മുമ്പ് എന്താണ് അവിടെ സംഭവിച്ചത്? ഇതേ സ്ഥലത്ത് നടന്ന ഒരു കാര്യമുണ്ട്. അതിതാണ്, 1875 ശേഷമാണ് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ലോകമറിഞ്ഞു തുടങ്ങുന്നത്. നമുക്കതറിയാം. കാര്യം കേശവചന്ദ്രസേൻ്റെ കഥയും ഭാഗങ്ങളും നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ അത് ഒരിക്കൽ ആവർത്തിച്ചതാണ്, അല്ല പരാമർശിച്ചതാണ്. 1875 ശേഷം, 75 കേശവചന്ദ്രസേനുമായിട്ട് കണ്ടുമുട്ടുന്നതെന്നും പിന്നീടാണ് കേശവചന്ദ്രസേനൻ ഭഗവാനെക്കുറിച്ച് ഇന്ത്യ മിററിലും സുലഭ സമാചാറിലുമൊക്കെ ലേഖനങ്ങൾ ധാരാളം എഴുതുകയും അങ്ങനെ 75 ശേഷമാണ് ശ്രീരാമകൃഷ്ണദേവനെ അല്ലെങ്കിൽ ബംഗാളിൽ അറിഞ്ഞു തുടങ്ങുന്നത്. പുറമേയുള്ള ആളുകളിലേക്ക് ഈ പേര് പ്രചാരത്തിൽ വരുന്നത് 1875 ശേഷമാണ്. നമ്മളീ പറയാൻ പോകുന്ന കഥ നടക്കുന്നത് 1871, അതായത് 71 മുമ്പ്. അപ്പോൾ 70 ശേഷം, 70-71 ആ ഒരു സമയത്ത്. കാര്യം മധുരനാഥ് ബിശ്വാസിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ്. അന്ന് ഒരു ദിവസം ഇതേപോലെ ഈ കാളി കോവിലിൻ്റെ അവിടെ നിന്നപ്പോൾ മധുരനാഥ് ബിശ്വാസ്, മധുരൻ, നമ്മളിതിൽ പരാമർശിക്കുന്നത് സിദ്ധിനാരായണ സ്വാമി അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ട് മധുരൻ എന്നുള്ള പേരിലാണ്. മധുരൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുന്നത്, സ്വാമി അങ്ങ് പറയുകയുണ്ടായല്ലോ ഭക്തന്മാർ വരുമെന്നൊക്കെ. മധുരനോട് ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇവിടെ ധാരാളം ഭക്തന്മാർ വരും
എന്നെ തേടി ഒരുപാട് ആളുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ആ കാളീക്ഷേത്രത്തിലേക്ക് ധാരാളം പേർ വരാനിരിക്കുന്നു എന്ന് മധുരനോട് ശ്രീരാമകൃഷ്ണദേവൻ നിരന്തരം പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഏതായാലും അപ്പോൾ ഈ മധുരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അവസാന നാളുകൾ അടുക്കാറായി. അപ്പോൾ അതുകൊണ്ടാണ് മധുരൻ പെട്ടെന്ന് ചോദിച്ചത്, സ്വാമി അങ്ങ് പറയുകയുണ്ടായല്ലോ ഭക്തന്മാർ വരുമെന്നൊക്കെ, എവിടെയാണ്? ഒരാളും ഇതുവരെ വന്ന് കണ്ടില്ലല്ലോ, ഒരേ ഒരാൾ പോലും വന്നില്ലല്ലോ എന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിന് മറുപടിയായിട്ട് അന്ന് പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞു, ആർക്കറിയാം അമ്മ എപ്പോൾ അവരെ കൊണ്ടുവരുമെന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത്? എങ്കിലും അവരെല്ലാം വരും. അത് അമ്മ എന്നോട് പറഞ്ഞതാണ്. അവർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല, അതൊക്കെ ആർക്കറിയാം, ആ അമ്മയ്ക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരെല്ലാം വരും എന്നുള്ളത് ഉറപ്പാണ്. 1871 ഈ സംഭാഷണം എന്ന് ഓർക്കണം. അപ്പം എന്നിട്ട് ഭഗവാൻ പറഞ്ഞത്, അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇതെല്ലാം. എന്നിട്ട് ചോദിച്ചു, അതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിച്ചല്ലോ. ഓരോ കാര്യങ്ങൾ ഇതിനിടയിൽ ഈ ആധ്യാത്മികമായ അല്ലെങ്കിൽ ഇതുമായി ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പരസ്പരം മധുരനുമായി പങ്കുവച്ചിട്ടുണ്ട്, പല പല കാര്യങ്ങൾ ശ്രീരാമകൃഷ്ണദേവൻ. അതെല്ലാം സംഭവിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് ഇതും സംഭവിക്കും. പക്ഷെ ഇപ്പോഴിത് സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ മധുരൻ ചോദിച്ച ഈ സമയത്ത് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നാണ് ഭഗവാൻ അന്ന് പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഭഗവാനെ സംബന്ധിച്ച് പെട്ടെന്ന് വല്ലാത്തൊരു, ഇതുവരെ മധുരൻ ഒരിക്കൽ പോലും ദർശിക്കാത്ത വിധമുള്ള ഒരു വിഷണ്ണനായിരിക്കുന്നൊരവസ്ഥ പെട്ടെന്ന് ഭഗവാനിൽ കണ്ടു. വളരെ അപൂർവമാണത്, അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുക. ഒരുപക്ഷെ പിന്നീട് ഭക്തന്മാരെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരവസ്ഥ ഉണ്ടാവാറുള്ളൂ. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ വളരെ വിഷണ്ണൻ. ഇങ്ങനെയൊക്കെ ധൈര്യമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം ധൈര്യമായിട്ടാണ്, ആർക്കറിയാൻ പറ്റും, അത് അമ്മയല്ലേ പറഞ്ഞത്, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്രയൊക്കെ ധൈര്യമായിട്ട് ഭഗവാൻ അന്ന് പറഞ്ഞെങ്കിലും വല്ലാത്തൊരു വൈഷമ്യം ഭഗവാന്റെ മുഖത്ത് തെളിഞ്ഞു വന്നു. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെയാണ്, ഭഗവാന്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കാം അത് വന്നത് എന്ന് മധുരൻ വിചാരിക്കുകയാണ്. മധുരൻ അങ്ങനെ വിചാരിച്ചതാണ്. അതായത് തൻ്റെ ദർശനം തെറ്റിപ്പോയി എന്ന് വരുമോ എന്ന് ഉള്ള വൈഷമ്യമാണോ ഭഗവാന്റെ മുഖത്ത് കാണുന്നത്. അതാണ് ആ മധുരൻ അപ്പോൾ വല്ലാത്ത രീതിയിൽ കണ്ടതിൻ്റെ ഒരു അർത്ഥമായിട്ട് എടുത്തത്. കാരണം തന്നെ തേടി അനേകം പേർ വരാനിരിക്കുന്നു, ഇവിടെ ഒരുപാട് പേർ വരും എന്നൊക്കെ മധുരനാഥിനോട് പറഞ്ഞെങ്കിലും ഈ ചോദ്യത്തിന് മുമ്പിൽ ഭഗവാൻ പെട്ടെന്ന് വല്ലാതായിപ്പോയി. അതുകൊണ്ട് ഇനി തൻ്റെ ദർശനം, കാരണം ഭഗവാന്റെ ഒരു ദർശനമാണ്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭഗവാന്റെ ദർശനമാണ്. ആ ദർശനം ഇനി തെറ്റിപ്പോയി എന്ന് വരുമോ എന്നുള്ളൊരു വൈഷമ്യമായിരുന്നു ആ മുഖത്ത് എന്ന് മധുരൻ തന്നെ പറയുന്നുണ്ട് ആ കാര്യം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ഭാവമാറ്റം കണ്ടപ്പോൾ മധുരന് ഭയങ്കര സങ്കടമായിപ്പോയി. അതായത് താൻ പറഞ്ഞത് ഇത്തിരി അധികമായി പോയോ എന്നൊരു സംശയം. ഒരിക്കലും ഭഗവാനോട് അത് പറയാൻ പാടില്ലായിരുന്നു, ശ്രീരാമകൃഷ്ണദേവനോട് അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് മധുരൻ മനസ്സിലാക്കുക. അതുകൊണ്ട് താൻ പറഞ്ഞത് ഇത്തിരി കടന്നു പോയി എന്ന് മധുരന് തോന്നി. എന്നിട്ട് ഭഗവാനോട് മധുരൻ അതുകൊണ്ട് അങ്ങനെ കടന്നുപോയി, അധികമായി പോയി എന്ന് തോന്നിയതുകൊണ്ട് മധുരൻ ഭഗവാനെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു, അവർ ഇനി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതിലെനിക്കൊരു സങ്കടവുമില്ല. അങ്ങയ്ക്ക് ചിരകാല ഭക്തനായി ഞാനിവിടെ ഉണ്ടല്ലോ. സ്വയം മധുരൻ ഭഗവാനെ സമാധാനിപ്പിക്കാനായിട്ട് ഈ ചോദിച്ച ചോദ്യത്തെ തെറ്റായി ഒരു റിഗ്രറ്റ്, അതുകൊണ്ടാണ് മധുരൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. അവർ ഇനിയിപ്പോൾ വന്നാലും വന്നില്ല അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങയ്ക്ക് എല്ലാ കാലത്തേക്കും
ഭക്തനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് മധുരൻ പറഞ്ഞു. എന്നിട്ട് മധുരൻ കുറച്ചുകൂടെ അത് വിശദീകരിച്ച് കൊടുത്തത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ ഞാൻ ഒരാൾ എന്നത് 100 ഭക്തന്മാർക്ക് തുല്യമാണ് എന്ന് തോന്നുന്നു. അതാണ് സ്വന്തമായി അത് ഭഗവാനോടുള്ള മധുരൻ്റെ ആ ഒരു അർപ്പണ മനോഭാവം. എത്രമാത്രമാണോ സ്വയം മധുരൻ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്നത്, വിശ്വാസമർപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ ഏറ്റവും ആ ഉന്നതമായൊരവസ്ഥയിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത്. 100 ഭക്തന്മാർക്ക് തുല്യനാണ് തൻ്റെ ഭക്തി എന്ന് മധുരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊരു ഭക്തനെ സംബന്ധിച്ച് വലിയൊരു കാര്യം. തൻ്റെ ഭക്തിയുടെ അളവുകോൽ കൃത്യമായി അറിയാൻ കഴിയുക, ഒരു ഭക്തന് സ്വയം തിരിച്ചറിയാൻ കഴിയുക, അതൊരു വലിയ അതൊരു ഉയർന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് മധുരൻ പറഞ്ഞത് 100 ഭക്തന്മാർക്ക് തുല്യമായിട്ട് ഞാൻ ഒരാൾ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം അമ്മ 100 ഭക്തന്മാർ വരുമെന്ന് പറഞ്ഞത്. അതാണ് കാര്യം. ഭഗവാൻ മധുരനോട് പറഞ്ഞത്, കാളിമാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 100 ഭക്തന്മാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ഭക്തന്മാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ 100 എന്നുള്ള വാക്ക്, ഇത് ഞാൻ ഒരാൾ 100ന് തുല്യം, അതുകൊണ്ടായിരിക്കാം അമ്മ 100 ഭക്തന്മാർ എന്ന് പറഞ്ഞത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒട്ടും അങ്ങ് വിഷമിക്കരുത്. വരുന്നവരുടെ കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അവർ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാനുണ്ട് അങ്ങയുടെ എല്ലാ ഇതിലും, പാദസേവയ്ക്ക് ഞാനുണ്ട് എന്ന് മധുരൻ പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ആർക്കറിയാം, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം. ഭഗവാൻ ഒരിക്കലും അത് നിഷേധിക്കുന്നില്ല. ഭഗവാൻ ഒരു കാര്യത്തിലും ആ ഭക്തൻ്റെ ആ ഒരു കോൺസെപ്റ്റിനെ നിഷേധിക്കുന്നില്ല. ആർക്കറിയാം, താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അമ്മ ചിലപ്പോൾ അതായിരിക്കാം ഉദ്ദേശിച്ചത്. 100 ഭക്തന്മാർക്ക് തുല്യനായ ഒരു മധുരനെ ഞാൻ നിനക്ക് തരുന്നു എന്നുമായിരിക്കാം പറഞ്ഞത്. ശരിയായിരിക്കാം. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ ഒരു സാഹചര്യം, ഇതിവിടെ ഈ പൂർവ്വകഥ ഓർമ്മിക്കാൻ കാരണം, ഈ ഒരു സംഭാഷണത്തിൻ്റെ ആ സാഹചര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ 11ാം ഭാഗം വായിച്ചു തുടങ്ങാൻ. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ ആ ശ്ലോകം ചൊല്ലും, ഭഗവാൻ കാളിമാതാവിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് ശ്ലോകം ചൊല്ലുകയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആ ഒരു രംഗം ഇവിടെ മാസ്റ്റർ മഹാശയൻ വർണ്ണിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സംഭാഷണം 1871 നടന്ന 70നും 71നും ഇടയ്ക്ക് നടന്ന ഈ സംഭാഷണത്തെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിവിടെ ഈ ഭക്തന്മാരുമൊത്ത് ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് എന്ന അധ്യായം വായിക്കാൻ. കാരണം ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ 100 ഭക്തന്മാർ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ 100 എണ്ണം എന്നുള്ള നിലയിൽ തന്നെ അതിലേറെ ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകം തന്നെ. എന്നിട്ട് അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ആ ഒരു ഭഗവാൻ അന്ന് പറഞ്ഞ വാക്ക് ഇവിടെ ഫലത്തിൽ വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നേരിൽ കാണാൻ മധുരനില്ല എന്നുള്ളതാണ്. അതും നമ്മൾ ഇവിടെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. മധുരൻ ഇല്ല. കാര്യം മധുരൻ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞിട്ടുള്ള രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം അന്ന് മധുരനോട് പറഞ്ഞതും ഏകദേശം 1880-കൾക്ക് ശേഷമാണ് അത് പൂർണ്ണ രൂപത്തിലെത്തുന്നത്, 80-കളോടുകൂടി. അപ്പോൾ ഏതായാലും 10 വർഷം കഴിയേണ്ടി വന്നു മധുരനോട് പറഞ്ഞ വാക്ക്. അത് കാണാനുള്ള കാത്തുനിൽപ്പിൽ മധുരനില്ലായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ദുഃഖകരമായ അവസ്ഥ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഭഗവാൻ കാളിമാതാവിൻ്റെ മുമ്പിൽ നിന്ന് ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അതിനകത്ത് അവസാനത്തെ 2 വരി, തൃക്കഴൽ തോണിയിൽ അമ്മേ നിനക്കെന്നെ അക്കരക്കെത്തിച്ചാൽ എന്തു ഛേദം. അമ്മയോട് അത്രയും ഒരു ഇൻറ്റിമസിയോട് കൂടിയാണ് ഭഗവാൻ. അത് അമ്മ പറഞ്ഞതും അമ്മ അക്കാലത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഭഗവാനുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ നിന്ന് കാളിമാതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 83 കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്.
അപ്പോൾ ആ തൃക്കഴൽ തോണിയിൽ അമ്മേ നിനക്കെന്നെ അക്കരെ എത്തിച്ചാൽ എന്തു ഛേദം. ഈ 83 ആണെങ്കിൽ പോലും ഇതിനെ ഇനിയും അക്കരെ എത്താൻ ഇനിയും ഉണ്ട് സമയം. ഇനി അടുക്കാൻ പോകുന്നു, സമയം അടുക്കാൻ പോകുന്നു അക്കരെ എത്താൻ. ഇനി വളരെ കുറച്ച് നാൾ കൂടെ ഉള്ളൂ. കാരണം ഇത് കഴിയുന്നതും കഷ്ടിച്ച് ഒരു 2-2.5 വർഷം കൂടെ കഴിയുമ്പോഴേക്കും ഭഗവാൻ ഈ ദേഹത്യാഗം ചെയ്യുകയാണ്. അപ്പോൾ ആ എൻ്റെ ഈ എന്നെ അക്കരെ എത്തിക്കാൻ ഇനി എന്താണ് ഛേദം? കാര്യം വരേണ്ടവരിൽ ഒരു നല്ല പങ്ക് വന്നു കഴിഞ്ഞു. അവരെല്ലാം വന്നു, എനിക്ക് ചുറ്റും എത്തിക്കഴിഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എനിക്ക് എൻ്റെ ഇനി ആ തൃക്കഴൽ തോണിയിൽ അമ്മയെ നിനക്കെന്നെ അക്കരെ, ഈ ഭവസാഗരത്തിനക്കരയിലേക്ക് എന്നെ എത്തിക്കണം. ഇനി ഞാൻ അക്കരയിലേക്ക് എത്താൻ എന്താണൊരു താമസം, എന്താണ് ഇനിയും ഉള്ള ഒരു അർത്ഥത്തിലായിരിക്കണം ഭഗവാൻ ഒരുപക്ഷെ ഈ ശ്ലോകം, ഈ കീർത്തനം ഇവിടെ ചൊല്ലുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് ഈ നേരത്തെ നമ്മുടെ മധുരനുമായി നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത്, ഇനി അത് മാത്രമല്ല, മധുരൻ്റെ കാര്യം പറയാൻ, മധുരനാഥ് ബിശ്വാസിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലുണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ അടുത്ത ഒരു പോയിൻ്റ് കൂടെ പറയാം. അതായത് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫലഹാരിണി പൂജ സംബന്ധിച്ച് അവിടെ വന്നിരിക്കുന്നവരെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് അമ്പലത്തിൻ്റെ അധികാരികളായ ത്രൈലോക്യനും മറ്റും സകുടുംബം വന്നിരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ഫലഹാരിണി പൂജ സംബന്ധിച്ച് അമ്പലത്തിൻ്റെ അധികാരികളായ ത്രൈലോക്യൻ മുതൽ പേർ സകുടുംബം വന്നു ചേർന്നിട്ടുണ്ട്. അതിനൊരു വലിയ പ്രസക്തി ആ പറഞ്ഞ ഭാഗത്ത്. കാര്യം നമുക്കറിയാം, ത്രൈലോക്യൻ മധുരനാഥ് ബിശ്വാസിൻ്റെ മകനാണ്, രണ്ടാമത്തെ മകനാണ്. അപ്പോൾ ത്രൈലോക്യനാണ് ഇപ്പം ആ ക്ഷേത്രത്തിൻ്റെ അധികാരി. അപ്പം അങ്ങനെയുള്ള ത്രൈലോക്യനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ത്രൈലോക്യൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വരവിൻ്റെ ഈ മധുരനാഥ് ബിശ്വാസും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഒരു ഘടനയാണ് നമ്മൾ ഈ 1870-71 നടന്ന ഈ സംഭാഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത് ത്രൈലോക്യൻ വരികയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ വരികയാണ്. ഈ 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഇതിൻ്റെ അധികാരിയായിരിക്കുന്നത്. അധികാരിയായ മകൻ വരുന്നതും മാസ്റ്റർ മഹാശയൻ ഇവിടെ വിവരിച്ചിരിക്കുന്നു. അതായത് മുൻവശത്തു കൂടി ത്രൈലോക്യൻ ദേവീ ദർശനത്തിന് പോകുന്നു. പരിചാരകന്മാർ കുടയും കൊണ്ട് കൂടെയുണ്ട്. അതായത് ത്രൈലോക്യൻ്റെ ആ ഒരു എഴുന്നള്ളത്ത് പോലെയാണ്. അത് ആ അധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രൗഢിക്ക് തുല്യമായി ഈ ക്ഷേത്രാധികാരിക്ക് വേണ്ട എല്ലാ പകിട്ടോടും കൂടി ഉള്ളൊരു വരവാണ് ത്രൈലോക്യൻ. അതുകൊണ്ടാണ് കുടയൊക്കെ പിടിച്ച് പരിചാരകന്മാർ കൂടെ നിന്ന് ആ വരവൊന്ന് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി, ആ വരവ് എങ്ങനെ ഇരിക്കുന്നു. നേരത്തെ മധുരനാഥ് ബിശ്വാസും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സമ്പർക്കത്തിൻ്റെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ത്രൈലോക്യനെ സംബന്ധിച്ച് പൂർണ്ണ അധികാരി എന്നുള്ള നിലയിൽ തന്നെയാണ് പെരുമാറ്റം. അപ്പോൾ അതേസമയം ഭഗവാനോടുള്ള ആ ഒരു ആദരവ് ത്രൈലോക്യൻ സ്വീകരിക്കുന്നുണ്ട്. അത് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ ഇരിക്കുന്നു, ത്രൈലോക്യൻ നമസ്കരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ആ ഒരു ഭാഗം, ഞാൻ ഇവിടെ വചനാമൃതത്തിൽ പറഞ്ഞ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ത്രൈലോക്യനോടായിട്ട് പറഞ്ഞു, എന്താ ഇന്നലെ രാത്രി യാത്രകളി ഉണ്ടായില്ലേ? നമ്മൾ ഈ ബാലെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളി, ബംഗാളിൽ അത് യാത്ര എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ യാത്രകളി ഉണ്ടായില്ലേ? അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ കാത്യായനി പൂജാദിനത്തിൻ്റെ ഭാഗമായിട്ട് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ഇതുവരെ മുടങ്ങിയിട്ടില്ല അത്തരം ആഘോഷങ്ങളൊന്നും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഈ ഇന്നലെ രാത്രി യാത്രകളി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ചോദിച്ചത്, യാത്രകളി ഉണ്ടായില്ലേ എന്ന്. അപ്പോൾ ത്രൈലോക്യൻ അതിന് പറഞ്ഞ മറുപടി, ഇല്ല, യാത്രയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാട് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. മറ്റ് അവിടെ അതിന് വേണ്ടൊരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റിയില്ല എന്നാണ് ത്രൈലോക്യൻ പറയുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഇത്തവണ ഏതായാലും ഇങ്ങനെ കഴിഞ്ഞു,
ഇനിയും ഇങ്ങനെ വരാതെ ഇരിക്കാൻ നോക്കണം. പതിവ് പോലെ കാര്യങ്ങൾ നടത്തുന്നതാണ് നല്ലത്. എല്ലാ കാര്യങ്ങളും പതിവായിട്ട് നമ്മൾ എങ്ങനെയാണോ അനുഷ്ഠിച്ചു വരുന്നത് അതെല്ലാം നടത്തുന്നതാണ് നല്ലത്. അപ്പോൾ ത്രൈലോക്യൻ യഥോചിതം മറുപടി പറഞ്ഞിട്ട് പോയി. അപ്പോൾ അങ്ങനെ ത്രൈലോക്യൻ അവിടെ നിന്ന് അങ്ങ് മാറുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ത്രൈലോക്യനാഥ് ബിശ്വാസ്, മധുരനാഥ് ബിശ്വാസിൻ്റെ മകൻ, റാണി രാസാമണിയുടെ 2 മക്കളായിരുന്നു. റാണി രാസാമണിയുടെ മകൾ ജഗദംബയുടെ 2 ആൺമക്കളാണ്. രാസാമണിയുടെ ജാമാതാവാണ് മധുരനാഥ് ബിശ്വാസ്. ആ മധുരനാഥ് ബിശ്വാസ് വിവാഹം ചെയ്തിരിക്കുന്നത് രാസാമണിയുടെ മകൾ ജഗദംബയാണ്. ആദ്യം മൂത്ത മകളെയാണ് വിവാഹം ചെയ്തത്, അവർ മരിച്ചുപോയി. പിന്നീട് ഇളയ മകളെ മധുരനാഥ് വീണ്ടും വിവാഹം ചെയ്യുകയാണ്. അപ്പോൾ അവരിലാണ് ജഗദംബയുടെ ജഗദംബയിലുണ്ടായ 2 ആൺമക്കളാണ്. അതിൽ മൂത്തയാളാണ് ദ്വാരകാനാഥ് ബിശ്വാസും രണ്ടാമത്തെയാൾ ത്രൈലോക്യനാഥ് ബിശ്വാസും. ഇവിടെ ഒരു പൂർവകഥാ സൂചനയുണ്ട് ഈ ഭാഗത്ത്. അതെന്തെന്ന് വെച്ചാൽ, മധുരനാഥ് ബിശ്വാസിന് രോഗാവസ്ഥയായ ശേഷം ഒരു ദിവസം ഭഗവാൻ മധുരനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മധുരനാഥ് ബിശ്വാസ് ഈ 1871 ആ സന്ദർഭങ്ങളാണ്. അപ്പോൾ അവിടെ മധുരനാഥ് ബിശ്വാസിന് രോഗാവസ്ഥ വന്നപ്പോൾ, രോഗം ബാധിച്ച് ആ സന്ദർഭത്തിൽ മധുരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ. അപ്പോൾ ഭഗവാൻ മധുരനോട് അന്ന് പറഞ്ഞത്, നിൻ്റെ ജീവിതകാലമത്രയും ഞാനിവിടെ ദക്ഷിണേശ്വരത്ത് താമസിച്ചു. ഏതായാലും ഇത് കഴിഞ്ഞാൽ, ഈ നിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥലം വിട്ടു പോകും. ഇപ്പോൾ മധുരനെ സംബന്ധിച്ച് രോഗം വളരെ കൂടുതലായൊരു സന്ദർഭത്തിലാണ്. അപ്പോൾ അധികകാലം ഇനിയില്ല മുന്നോട്ട് എന്ന് തീർച്ചയാക്കിയൊരു സന്ദർഭം. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനൊരു മധുരനോട് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്. കാരണം ഇത്രയും കാലം ഞാൻ നിൻ്റെ കൂടെ ഇവിടെ ദക്ഷിണേശ്വരത്ത് താമസിച്ചു, പക്ഷേ അത് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥലം വിട്ടു പോകും. ഇങ്ങനെ പറഞ്ഞപ്പോൾ മധുരൻ വല്ലാതെ ഞെട്ടി. മധുരന് വല്ലാത്തൊരു ഷോക്കായിപ്പോയി ആ പറഞ്ഞത്. കാരണം മധുരൻ അറിയാം ശ്രീരാമകൃഷ്ണദേവൻ ആരാണ്, അതിനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ് മധുരൻ. അതായത് ഇതിനു മുമ്പ് മധുരന് ഒരുപാട് തവണ ആ ഭഗവാൻ ആരാണ്, ആ അവതാരത്തിൻ്റെ എല്ലാ മഹത്വവും മധുരനാഥ് ബിശ്വാസിനെ ഭഗവാൻ ആദ്യം ബോധ്യപ്പെടുത്തിയത് ഒരുപക്ഷെ മധുരനാഥ് ബിശ്വാസിനെ പൂർണ്ണമായ രീതിയിൽ. കാരണം ഒരിക്കൽ നമുക്കെല്ലാം ആ കഥ അറിയാം, ഇതിനു മുമ്പ് നമ്മളത് പറഞ്ഞതാണ്. ക്ഷേത്രത്തിലെ ആ പൂന്തോട്ടത്തിൽ ഒരു പൂച്ചെടിയിൽ 2 ചെമ്പരത്തി പൂവിൻ്റെ ഒരു ചെടി, അതിൽ 2 പൂക്കൾ, അതായത് അതിൽ ചുവന്ന നിറമായിരുന്നു. അപ്പോൾ ആ ചുവന്ന നിറമുള്ള പൂവ് ആ സന്ദർഭത്തിലാണ് ഭഗവാൻ ഈശ്വരൻ്റെ ഈശ്വരൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു സംഭാഷണം ഇവർ തമ്മിലുണ്ടാകുന്നു. അതായത് ഈശ്വരന് എന്തെന്ത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹവുമായിട്ട് മധുരനുമായിട്ട് സംഭാഷണം ചെയ്തതാണ്. അപ്പോൾ മധുരൻ അങ്ങനെ അതാണ് ഒരു ശക്തിയെങ്കിൽ മധുരൻ ഒരു സംശയം ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ ഈ പൂവിൽ ഒരേ ചെടിയിൽ 2 നിറമുള്ള പൂ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ അതിന് പറഞ്ഞത് ഉണ്ടാകും. ഒരേ ചെടിയിൽ ചുവന്ന പൂക്കളുള്ള ഈ ചെടിയിൽ ഭഗവാൻ നിശ്ചയിക്കുകയാണെങ്കിൽ അതിൽ വെള്ളപ്പൂവും ഉണ്ടാകും എന്ന് മധുരനോട് പറയും. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ആ ചെടിയിൽ വെള്ളപ്പൂവും ചുവന്ന പൂവും 2 പൂവുമുണ്ട്. എന്നിട്ട് ആ കൊണ്ട ഒടിച്ചിട്ട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ മധുരൻ്റെ അടുത്തേക്ക് പോവുകയാണ്, കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഒരേ ചെടിയിൽ വെള്ളപ്പൂവും ചുവന്ന പൂവും. അങ്ങനെ മധുരന് അത്തരം അനുഭവങ്ങളുള്ള ഒരാളാണ് മധുരൻ. മാത്രമല്ല ഭഗവാൻ ശിവസ്വരൂപമാണ് എന്ന് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആളാണ് മധുരൻ. ഭഗവാൻ ഇവരുടെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഈ റാണി രാസാമണി, ഈ ക്ഷേത്ര ഉടമയ്ക്ക് താമസിക്കാനുള്ള ആ കെട്ടിടത്തിൻ്റെ വരാന്തയിലിരിക്കുമ്പോൾ ഭഗവാൻ അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക.
ഇവിടെ ദൂരെ ഇരുന്നുകൊണ്ട് മധുരൻ അത് കാണാൻ പറ്റും. അപ്പോൾ മധുരൻ അത് വാതിൽ തുറന്നിട്ടിരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നത് കണ്ടു. അപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ അത് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനായിട്ടും മറുഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ അത് ശിവസ്വരൂപമായിട്ടും മധുരൻ നേരിട്ട് കണ്ടു. ഒരേ ആളിൽ തന്നെ രണ്ട് രൂപങ്ങൾ കണ്ടു. അങ്ങനെയുള്ള ദർശനം കിട്ടിയിട്ടുള്ള ആളാണ് മധുരൻ. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവനിലുള്ള ആ അത്രമേൽ ഈശ്വരൻ തന്നെ, കാളിമാതാവ് തനിക്ക് വേണ്ടി, അതാണ് മധുരൻ വിശ്വസിച്ച് വച്ചിരിക്കുന്നത്, സാക്ഷാൽ ജഗദംബിക, അതായത് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെ കാളിമാതാവ് സാക്ഷാൽ ജഗദംബിക ശ്രീരാമകൃഷ്ണ ശരീരത്തിലൂടെ തന്നെയും കുടുംബത്തെയും രക്ഷിക്കുന്നുവെന്ന് തനിക്കറിയാം എന്ന് മധുരൻ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പലതവണ. മധുരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ. ജഗദംബ ശ്രീരാമകൃഷ്ണദേവനിലൂടെ ശ്രീരാമകൃഷ്ണ ശരീരത്തിലൂടെ തന്നെയും കുടുംബത്തെയും പൊറ്റി രക്ഷിക്കുന്നു എന്ന് മധുരന് അടിയുറച്ച വിശ്വാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണദേവനാണ് മധുരനോട് പറയുന്നത്, മധുരൻ്റെ ആ ഒരു കാലം കഴിഞ്ഞാൽ ഞാൻ ഈ ദക്ഷിണേശ്വരം വിട്ടു പോകും എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ കുടുംബത്തെ വിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പോകും എന്ന് ഉറപ്പായതുകൊണ്ടല്ലേ ഭഗവാൻ അത് പറയാൻ കാരണം. കാര്യം ഈശ്വരീയമായ ഒരു ഈശ്വര അവതാരം പറയുമ്പോൾ അത് വെറും വീൺവാക്ക് പറയില്ല. അടുത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ തന്നെയാണ് പറയുന്നത്. അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. അതിന് പല കാരണങ്ങൾ കാണാം. അത് മധുരനറിയാം. അത് ആ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരുപാട് മാനങ്ങളുണ്ടെന്ന് മധുരനറിയാം. എങ്കിലും മധുരന് ആ ഭഗവാനോടുള്ള ഒരു അപേക്ഷയായിട്ടാണ് പറഞ്ഞത്. അങ്ങേയറ്റം ദുഃഖത്തോടെയാണ് മധുരൻ പറഞ്ഞത്, ഒരു കാരണവശാലും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും വിട്ടു പോകരുത് എന്ന് മധുരൻ അങ്ങേയറ്റം കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നത്, സ്വാമി എന്താ അങ്ങനെ പറയുന്നത്? എൻ്റെ ഭാര്യ, അതായത് ജഗദംബയും മകൻ ദ്വാരകാനാഥനും ഒക്കെ അങ്ങയുടെ ഭക്തരല്ലേ എന്ന് പറയുന്നു. ഇവരെല്ലാം അങ്ങയുടെ ഭക്തരല്ലേ? അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് അങ്ങ് എനിക്ക് വേണ്ടി മാത്രമാണോ ഇവിടെ ജീവിക്കുന്നത്? ഈ അവതാര ലക്ഷ്യം എനിക്ക് വേണ്ടി മാത്രമാണോ ഇവിടെ? എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ? എൻ്റെ കുടുംബവും അങ്ങയുടെ ഭക്തരല്ലേ? അതുകൊണ്ട് അവരുടെ കാലം അവർക്കും അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകണം എന്ന് മധുരൻ ഭഗവാനോട് പറയുന്നുണ്ടല്ലോ. ആ മധുരൻ്റെ അത്രമേൽ ഹൃദയപൂർവമായ ആ അപേക്ഷ ശ്രീരാമകൃഷ്ണദേവനോടൻ സമ്മതിച്ചു കൊടുക്കുക. ഭഗവാൻ തൻ്റെ തീരുമാനത്തെ മാറ്റിക്കൊണ്ട് മധുരനോട് പറഞ്ഞത്, ജഗദംബയും ദ്വാരിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ പോവില്ല. ആ രണ്ടുപേരുടെ കാര്യം ഭഗവാൻ ഉറപ്പ് കൊടുക്കുക. ജഗദംബയും ദ്വാരിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അപ്പോൾ മധുരനെ സംബന്ധിച്ചത് വലിയൊരു ആശ്വാസമാണ്. കാരണം ജഗദംബയും ദ്വാരിയും, അമ്മയും മകനും ജീവിച്ചിരിക്കുന്ന കാലമെന്ന് പറയുമ്പോൾ അതൊരു ദീർഘകാലമാണ്. കാര്യം ജഗദംബയുടെ കാലം കഴിഞ്ഞ് പിന്നെ ദ്വാരിയുടെ കാലഘട്ടം മുഴുവൻ, ഒരു പുരുഷായുസിൻ്റെ കുറേ കണക്കെടുക്കുമ്പോൾ ഭഗവാൻ ഇനി ഇവിടുന്ന് അടുത്തെങ്ങും പോകാൻ സാധ്യതയില്ല. പിന്നെ അടുത്ത തലമുറ വരുമ്പോഴല്ലേ ഉള്ളൂ. ഏതായാലും ഈ തലമുറയിൽ, അതായത് മധുരൻ മനസ്സിൽ വിചാരിച്ച് തൻ്റെയും തൻ്റെ അടുത്ത തലമുറയും തീരുന്നത് വരെ ഭഗവാൻ അവരുടെ കാലം വരെ, അല്ലെങ്കിൽ അവരെ കൂടെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാരം ഇവിടെ തുടരും ദക്ഷിണേശ്വരത്ത് എന്നുള്ള ഉറപ്പിന്മേലാണ് മധുരൻ തൻ്റെ ദേഹത്യാഗം ചെയ്യുന്നത്. ദേഹത്യാഗങ്ങൾ അദ്ദേഹം മധുരൻ മരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം, ജഗദംബയും മകൻ ദ്വാരിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പിന്നീട് അത് മനസ്സിലാവും. കാര്യം കേൾക്കുമ്പോൾ, ആ സമയത്ത് കേൾക്കുമ്പോൾ തോന്നാം ഇത്രയും സുദീർഘമായ കാലമാണ് ഇനി ഉള്ളത് എന്ന്. എന്നാൽ ഭഗവാൻ അറിയാം എന്ത് എപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കാനിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടുപേരുടെ കാര്യം. കാരണം ദ്വാരി
മകൻ ദ്വാരി വളരെ നേരത്തെ തന്നെ മരണപ്പെടുകയാണ്. അപ്പോൾ മധുരൻ 1871 ജ്വരം പിടിച്ച് മരിക്കുന്നത്. അപ്പോൾ ജ്വരം ബാധിച്ചതാണ്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഇവർക്ക് വേണ്ടി ഭഗവാൻ പറയുന്നത്, ഭാര്യയും മക്കളുടെയും ആ മകൻ്റെയും കാലം ഇവിടെ താൻ ഇവിടെ തുടരും എന്ന് വാക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 10 വർഷത്തോളം, അതായത് 71 മധുരൻ മരിച്ചതിന് ശേഷം പിന്നീട് 10 വർഷം കൂടെയാണ് മധുരൻ്റെ ഭാര്യ ജഗദമ്പയും, അതിനു മുമ്പ് മകനും 10 വർഷത്തും കഴിഞ്ഞാണ് ഭാര്യ ജഗദമ്പ മരിക്കുന്നത്. 1881 ജഗദമ്പ മരിക്കുന്നത്, 10 വർഷം കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പേ തന്നെ ദ്വാരി ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞ പോലെ 81 കൂടി ഈ മധുരനാഥ് ബിശ്വാസിന് നൽകിയ വാക്ക് പൂർണ്ണമാകുകയാണ്. 81 അവതാരത്തിൻ്റെ ആ ഒരു ഘട്ടം പൂർത്തീകരിക്കുന്നത് 1881. കാരണം അതോടുകൂടി ഭഗവാൻ ദക്ഷിണേശ്വരം വിടാനുള്ള സമയമായി. ആ കൊടുത്ത വാക്കനുസരിച്ച് ഭഗവാൻ കൊടുക്കുന്ന വാക്കുകളാണ് ഇത്. താൻ ആ അവതാരത്തിൻ്റെ നിശ്ചയങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ മധുരൻ മരിക്കുന്നതിനെക്കുറിച്ചും വളരെ നമുക്ക് ഹൃദയസ്പർശിയായൊരു ഭാഗമാണത്. കാര്യം ജ്വരം പിടിച്ച് മരിക്കാനായിട്ട് കിടക്കുമ്പോൾ ഹൃദയനെയാണ് ദിവസവും പറഞ്ഞയക്കും അവിടേക്ക്. ഹൃദയനെ പറഞ്ഞയച്ചിട്ട് ഓരോ അസുഖ വിവരങ്ങൾ അറിയാനായിട്ട്. അവസാന ദിവസമായപ്പോൾ ഹൃദയനെ പറഞ്ഞയച്ചില്ല. പകരം ജ്യോതിർമയ മാർഗത്തിൽ ഭഗവാൻ തന്നെ അവിടെ ചെല്ലുന്നു. ജ്യോതിർമയ മാർഗത്തിൽ ഭഗവാൻ തന്നെ അവിടെ ചെല്ലുന്നു. ഈ ഒരു ജ്യോതിർമയ മാർഗത്തിൽ ഭഗവാൻ ചെല്ലുന്നത്, ഇതിനു മുമ്പും നമ്മൾ 3 പേരുടെ കാര്യം പറഞ്ഞതും ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ജ്യോതിർമയ മാർഗത്തിൽ ഭഗവാൻ ചെല്ലുന്നത്. അപ്പോൾ ബലറാം ബോസും അതേപോലെ നമ്മുടെ എന്താണ് അടുത്ത ആൾ നമ്മുടെ ഹസ്ര മഹാശയൻ, അങ്ങനെ ആ തരത്തിൽ ജ്യോതിർമയ മാർഗത്തിലാണ് ഭഗവാൻ ആ ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇവിടെ ഭഗവാൻ മധുരനെ സംബന്ധിച്ചിട്ട് മധുരൻ ജീവിച്ചിരിക്കുന്ന ആ ഭഗവാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് മധുരൻ്റെ ഇത് വരുന്നത്. ഭഗവാൻ പ്രത്യക്ഷത്തിൽ അവിടെ ചെല്ലുന്നില്ല എന്ന് മാത്രം. മധുരൻ്റെ ആ മരണസമയത്ത് മധുരൻ്റെ അടുത്തേക്ക് പ്രത്യക്ഷത്തിൽ ചെല്ലുന്നില്ല എന്ന്. അതാണ് ജ്യോതിർമയ മാർഗത്തിൽ ഭഗവാൻ ചെല്ലും. ഭഗവാൻ അങ്ങനെ ഒരു ആ തരത്തിലാണ് ഭഗവാൻ ചെല്ലുന്നത്. തൻ്റെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആ അവതാരത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതാണ്. അത് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ലീലാമൃതത്തിലാണ് അത് വളരെ വ്യക്തമായിട്ട് ശാരദാൻ സ്വാമികൾ അത് ഭംഗിയായിട്ട് അത് വിവരിച്ചിട്ടുണ്ട്. ഈ ലീലാമൃതത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ 10 വർഷം കൊണ്ട് ഏതാണ്ട് 81 അതോടുകൂടി ഭഗവാൻ പറഞ്ഞ കാലഘട്ടം തീരുമ്പോൾ, അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മളിത് വായിക്കുന്ന ഈ 83 ജൂൺ 4 തിങ്കളാഴ്ച ഭഗവാൻ പറഞ്ഞ സന്ദർഭം കഴിഞ്ഞ് വീണ്ടും ഏകദേശം 2 വർഷം കൂടെ ആകുകയാണ്. 2 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. അപ്പോൾ 2 വർഷം കൂടെ മുന്നോട്ട് വന്നു. ആ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന രംഗങ്ങൾ അരങ്ങേറുന്നത്. കാരണം 1884 അവസാനമായപ്പോഴേക്കാണ് ഭഗവാൻ ദക്ഷിണേശ്വരം വിട്ടുള്ളൂ. അപ്പോൾ കാലശേഷം ഉടൻ പോകുന്നു എന്നുള്ളതിന് പകരം പിന്നീടൊരു 3 വർഷം കൂടെ ആ അമ്മയുടെയും മകൻ്റെയും മരണത്തിന് ശേഷം പിന്നീടൊരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് 84 അവസാനമായപ്പോഴേക്കാണ് ഭഗവാൻ ദക്ഷിണേശ്വരം വിട്ടു പോകുന്നത്. അതും കഴിഞ്ഞ് പിന്നെ ഒരു കഷ്ടിച്ച് 3 വർഷം കൂടെ മാത്രമായിരുന്നു അവതാരലീല സമാപ്തി കുറിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ഈ 11ാം ഭാഗത്ത് വായിച്ചു വന്നിടത്തേക്ക് മടങ്ങി വരാം. ഇവിടെ നമ്മൾ ത്രൈലോക്യൻ്റെ ആ ഒരു രംഗപ്രവേശം അല്ലെങ്കിൽ ത്രൈലോക്യനും ഭഗവാനായിട്ടുള്ളൊരു
സംഭാഷണമാണ് നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചത്, ഇവിടെ വെച്ച് വായിച്ചത്. അപ്പോൾ ഈ ത്രൈലോക്യനെ സംബന്ധിച്ച് ത്രൈലോക്യൻ ഭഗവാന്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരാളാണ് പിന്നീട്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് വന്നത് ഈ ശ്രീരാമകൃഷ്ണദേവൻ നമ്മൾ അവസാനം ഈ വചനാമൃതത്തിൽ വായിക്കുമ്പോഴൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ താമസിക്കുന്നത് ദക്ഷിണേശ്വരത്തെ ആ വർത്തുള വരാന്തയൊക്കെ ചേർന്നുള്ള ക്ഷേത്രാങ്കണത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ദ്വാദശ ക്ഷേത്രങ്ങൾക്ക് ഇപ്പുറത്തുള്ള ഭഗവാന്റെ മുറി ഇപ്പോഴും നമ്മൾ കാണുന്ന ആ മുറി തന്നെയാണ്. പക്ഷെ ഭഗവാൻ മധുരൻ ഉണ്ടായിരുന്ന കാലം മുതൽ ഭഗവാൻ അവിടെയല്ല താമസിച്ചിരുന്നത് നമുക്കിതിന് മുമ്പ് വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം അത് ഈ ക്ഷേത്രാധികാരികൾ താമസിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ തന്നെയാണ്, ആ ഭാഗത്ത് തന്നെയാണ് ഭഗവാൻ താമസിച്ചിരുന്നത്. അപ്പം ആ മുറിയിൽ അവിടുത്തെ ആ മുറിയിൽ താമസിച്ചിരുന്ന സമയത്താണ് അക്ഷയനും കൂടെ ഉണ്ടായിരുന്നത്. ഭഗവാനോടൊപ്പം അന്ന് അക്ഷയനായിരുന്നു സഹായത്തിനുണ്ടായിരുന്നത്. രാമകുമാരൻ്റെ മൂത്ത ജ്യേഷ്ഠൻ രാമകുമാരൻ്റെ മകൻ അക്ഷയൻ കൂടെ ഉണ്ടായിരുന്നൊരു സമയം കൂടെയാണ്. അക്ഷയൻ മരിക്കുന്നത് ആ കെട്ടിടത്തിൽ വെച്ചാണ്, അവിടെ താമസിക്കുമ്പോഴാണ്. അപ്പോൾ അക്ഷയൻ്റെ മരണം ഉണ്ടാക്കിയ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ മുറിയിൽ പിന്നീട് തുടർന്ന് താമസിക്കുന്നതിന് ഒരു വൈഷമ്യം ഉണ്ടായി എന്നുള്ളത് ഒരു ഭാഗം. അല്ലെങ്കിൽ തന്നെ ത്രൈലോക്യനെ സംബന്ധിച്ച് ഭഗവാനെ അവിടെ നിന്ന് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ത്രൈലോക്യൻ എന്തായാലും ഇവർ ഈ മധുരനാഥ് വിശ്വാസമോ ഒന്നും തുടർന്നുകൊണ്ട് വന്ന അല്ലെങ്കിൽ അവർ കൽപ്പിച്ച ഒരു അവസ്ഥയൊന്നും ത്രൈലോക്യനെ സംബന്ധിച്ച് അത്രയും അടുപ്പമൊന്നും കാണിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനം ഇത് ത്രൈലോക്യൻ പല സന്ദർഭങ്ങളിലായിട്ട് ഭഗവാനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിലൊന്ന് ശാരദാദേവിയെ കുറിച്ച് ത്രൈലോക്യൻ പറഞ്ഞ കാര്യം ശാരദാദേവി ഉണ്ടായിരുന്ന സമയത്ത് ദക്ഷിണേശ്വരത്തിൽ ശാരദാദേവിയും കൂടി ഉണ്ടായിരുന്നപ്പോൾ ത്രൈലോക്യനോട് അനുബന്ധിച്ച് വരുന്ന ചില ഭക്തന്മാരും ത്രൈലോക്യൻ്റെ ശിങ്കിടികളായിട്ടുള്ള കുറച്ച് ആളുകളും എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞ ഒരു സംഭാഷണം ഭഗവാന്റെ ചെവിയിൽ കേട്ടപ്പോൾ അത് വളരെ ദുഃഖം തോന്നി. കാരണം ഈ ഭഗവാനെ കാണാൻ വരുന്ന ഭക്തന്മാർ ഭഗവാൻ ഒരിക്കലും ദക്ഷിണ കൊടുക്കാറില്ലല്ലോ, പകരം അവർ ശാരദാദേവിക്ക് ദക്ഷിണ കൊടുക്കും. അപ്പോൾ ശാരദാദേവിക്ക് ദക്ഷിണ കൊടുക്കുന്നത് ത്രൈലോക്യൻ്റെ കൂടെ ഉള്ളവർ ത്രൈലോക്യനോട് പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവിടെ പറഞ്ഞുണ്ടാക്കിയ ഒരു സംഭാഷണം ഒരു സംഭാവന പിരിക്കാൻ വേണ്ടിയാണ് ശാരദാദേവിയെ ഭാര്യയെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ സംഭാവന പിരിക്കാൻ ഒരാൾ എന്നുള്ള മട്ടിൽ, കാര്യം അത് സ്വന്തം ആവശ്യത്തിന് പിരിക്കാൻ വേണ്ടി പുറമേ ആർക്കും കിട്ടാത്ത വിധം ഭാര്യയെ തന്നെ അതിന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള മട്ടിൽ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ ത്രൈലോക്യൻ്റെ കൂടെ ഉള്ളവരാണ് പറഞ്ഞത്. അതേപോലെ ഹൃദയനെ പറഞ്ഞു വിട്ടതാണ്. ഹൃദയനെ കളിക്ഷേത്രത്തിൽ നിന്ന് ദക്ഷിണേശ്വരത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നു. അതിൻ്റെ കാരണങ്ങളുണ്ടല്ലോ, അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഹൃദയനെ പറഞ്ഞു വിടുമ്പോൾ തനിക്കും ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് സ്വയം ബോധ്യം വന്നതിൻ്റെ പേരിലാണ് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നതും. പക്ഷേ ത്രൈലോക്യനെ സംബന്ധിച്ചത് അറിയാമായിരുന്നു, അങ്ങനെ ഒരു അത് ശരിയായ ഭഗവാൻ പോകുന്നത് ശരിയല്ല എന്നുള്ള അതിൽ തനിക്കുണ്ടാകാൻ പോകുന്ന ആഘാതം എത്രയാണെന്ന്, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ഒരു വലിയ ആഘാതം എന്താണെന്ന് ത്രൈലോക്യന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ത്രൈലോക്യൻ ആ കാര്യത്തിൽ ഭയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഓടിച്ചെന്ന് അങ്ങോട്ട് ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് പോകരുത് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കും. ഭഗവാൻ ഒന്നും കേട്ടില്ല, അങ്ങോട്ട് ഇറങ്ങിയ അതേപോലെ തന്നെ തിരിച്ചിങ്ങ് പോരുകയും ചെയ്തു. അതേപോലെ ത്രൈലോക്യൻ്റെ പിന്നെ വരുന്നൊരു പ്രശ്നം അതുപോലെ ത്രൈലോക്യൻ ഈ ഭഗവാൻ ഷാംപുക്കൂറിലെ കൽക്കട്ടയിലേക്ക് ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഷാംപുക്കൂറിലെ താമസം പോലും ബുദ്ധിമുട്ടായി വന്നു. അപ്പോൾ ബാഗ് ബസാറിലാണ് ആദ്യം പോയത്. അവിടുത്തെ മുറി സൗകര്യമില്ലാത്തതുകൊണ്ട് പിന്നീട് ബലറാം ബസുവിൻ്റെ വീട്ടിൽ ഒരാഴ്ച താമസിക്കുന്നു. പിന്നീട് ഷാംപുക്കൂറിലെ ആ വീട് കണ്ടുപിടിക്കുന്നു, അവിടെ താമസിക്കുന്നു. ഇതൊക്കെ നമുക്ക് ആ ഭാഗം അറിയാം. അപ്പോൾ എന്നാലും ഷാംപുക്കൂറിലെ ആ താമസം പോലും ഭഗവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. കാര്യം അവിടെയൊക്കെ ഈ കൊയില കത്തിച്ച് അടുപ്പ് കത്തിക്കുന്നുണ്ട്, റോഡിലൊക്കെ അങ്ങനെ ഈ കൽക്കരി കൊണ്ട്
ഉള്ള അടുപ്പ് ആ റോഡുകളിലെല്ലാം ആളുകൾ കത്തിക്കും. പുറമെയാണ് അടുപ്പ് വെക്കുക, വീടിൻ്റെ പുറത്താണ് അവിടെയൊക്കെ അടുപ്പ്. ഈ കൽക്കരി പുകയെല്ലാം കൂടെ ശ്വസിച്ച് ഭഗവാന് കൂടുതൽ വിമിഷ്ടമുണ്ടാകുന്നു എന്ന് കണ്ട് അവിടുത്തെ താമസം വളരെ ബുദ്ധിമുട്ടായി. മാത്രമല്ല സൗകര്യമൊന്നുമില്ല. ശാരദാദേവിയാണെങ്കിൽ അതിൻ്റെ അവിടുത്തെ ഒരു മുറിയുടെ മോൾ വശത്ത് പകൽ സമയത്ത് അതിനാ മുറിയിലിരുന്ന്, മുറിയല്ല, ഒരു ചെറിയ ഒരു ഇടുങ്ങിയ ഒരു കുടിസ് സ്ഥലമാണ്. അവിടെ പകൽ മുഴുവൻ അതിനകത്ത് ഇരിക്കണം. എന്നിട്ട് അവിടെ ഇരുന്ന് ഭഗവാൻ ആവശ്യമുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ശാരദാദേവിക്കാണെങ്കിൽ പുറത്ത് നിന്ന് തിരിയാൻ സ്ഥലമില്ല. ആ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ശ്യാംപുക്കൂറിൽ ശാരദാദേവിയും കഴിഞ്ഞത്. അപ്പോൾ മൊത്തത്തിൽ ശ്യാംപുക്കൂറിലെ താമസം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് മറ്റൊരു സ്ഥലം, അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്ന് ഭക്തന്മാരെല്ലാം കൂടെ തീരുമാനിച്ച് അവരിങ്ങനെ അന്വേഷിച്ച് ഓടി നടക്കുന്നതിൻ്റെ ഒരു വെപ്രാളം ഭഗവാൻ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് തിരിച്ച് ദക്ഷിണേശ്വരത്തേക്ക് പോയാൽ മതി. അപ്പോൾ ദക്ഷിണേശ്വരത്ത് പോയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, എനിക്ക് ദക്ഷിണേശ്വരത്താണ് സൗകര്യം, ഇവിടെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം എന്തെങ്കിലും ആവട്ടെ എന്നാൽ ദക്ഷിണേശ്വരത്തേക്ക് തന്നെ അവർക്ക് അനുയോജ്യമായ വീട് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ല. ഭഗവാൻ പറഞ്ഞ പോലെ എന്നാൽ ദക്ഷിണേശ്വരത്തെ മുറിയിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള ഒരു ഇതിൽ തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ആദ്യം രാഖാലാണ് ദക്ഷിണേശ്വരത്ത് വന്ന് ത്രൈലോക്യൻ്റെ അടുത്ത് വന്നാണ് പഴയ മുറിയിൽ ഭഗവാന് ഒരുക്കി കൊടുക്കാനുള്ള പറയാൻ വേണ്ടി വന്നത്. പക്ഷേ രാഖാലിനെ ആ പാറാവുകാരൻ, ദക്ഷിണേശ്വരത്തെ പാറാവുകാരൻ ആ അകത്തേക്ക് പോലും കയറ്റി വിട്ടില്ല, ഗേറ്റിൻ്റെ അകത്തേക്ക് പോലും കയറ്റി വിട്ടില്ല. അതുകൊണ്ട് രാഖാലിനത് പറയാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് രാമചന്ദ്രദത്തയാണ് ചെല്ലുന്നത്. അപ്പോൾ രാമചന്ദ്രദത്ത സ്ഥലത്തെ പ്രമുഖനും ദിവ്യനുമായതുകൊണ്ട് തടയാനൊന്നും പറ്റില്ല, വെളിയിൽ തടയാൻ പറ്റില്ല. എങ്കിലും രാമചന്ദ്രദത്ത് പറഞ്ഞപ്പോഴും ഭഗവാനെ തിരിച്ചവിടെ താമസിപ്പിക്കുന്ന കാര്യത്തിൽ ത്രൈലോക്യൻ ഒരു തരത്തിലും സമ്മതിച്ചില്ല. അങ്ങനെ ഭഗവാന് വളരെ ദക്ഷിണേശ്വരത്തേക്ക് മടങ്ങി വരാൻ പറ്റിയില്ല. പിന്നീടാണ് അവർ കാശിപ്പൂർ ഗാർഡനൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് മാറുന്ന ആ ഭാഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് 11-ാം ഭാഗം ആരംഭിക്കുന്നത്. അതേ തുടർന്നാണ് ഈ ഭഗവാൻ ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി അടുത്ത ഈ തുടർന്ന ഭാഗങ്ങളിലേക്ക് ഇനി പോകേണ്ടത്. അപ്പോൾ അത് ഇനി അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. ഈശ്വരകൃപ കൊണ്ട് ഇന്നത്തെ തടസ്സമൊന്നും ഉണ്ടായില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കത് സമയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ. നമസ്തേ. വളരെ പേടിച്ചു പോയി. ഒന്നും ആകെ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, അതാണ്, ലൈറ്റൊന്നും ഇല്ല. ലൈറ്റൊന്നുമില്ല. ഞാനിവിടെ അഡീഷണൽ ഒരു മറ്റേ ഇത് വെച്ചിട്ട് ഇരിക്കുക. ഇരുട്ടാണ് മൊത്തം. പേടിച്ചു. ക്ലിയറായിരുന്നു. ഒരു ശല്യം പോലും ഉണ്ടായില്ല. ഒരു മഴയുടെ ഒന്നും കാറ്റോ ഒന്നും ഉണ്ടായില്ല. കറണ്ട് ഇല്ലായിരുന്നു എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഭഗവാനത് ക്ലിയറായിട്ട് വെച്ചു. അതെ. ഈ ഭാഗമായതുകൊണ്ട് എനിക്കത് വലിയ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് തടസ്സം ഉണ്ടാവില്ലേ എന്ന് വലിയ പ്രാർത്ഥന. അയ്യോ, ഏതാ? അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ കുറച്ച് പേർക്ക് അത് അതെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. എല്ലാ അവതാരങ്ങളുടെയും അവസ്ഥ അതാണ്. അവരോടൊപ്പം നിൽക്കുന്ന ആരും തിരിച്ചറിയില്ല. അതാണ്. നമുക്കിത് ഈ ഒരു ശ്രദ്ധയും ഈ ഒരു ഇതിലുള്ളൊരു നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഇതിനകത്താണെങ്കിൽ നമ്മുടെ ഇനിയുള്ള ഈ ജീവിതം പൂർത്തീകരിക്കുന്ന വലിയ സന്തോഷത്തോടെ പൂർത്തീകരിക്കാൻ പറ്റും നമ്മളെ സംബന്ധിച്ച്.
പലരും പലതരം വിഷമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഒരു പ്രായം കഴിയുമ്പോഴേ. നാമം ജപിക്കാം, നാമം ജപിക്കാം. ഓ ശരി ശരി.